ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ മെയിൻ്റനൻസിന് ശേഷം ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഈ വീക്കിലെ അപ്ഡേറ്റിലെ ഹൈലൈറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വൺ ആൻഡ് ഓൺലി എട്ടോടെ ഈ ഒരു പാക്ക് തന്നെയാണ്. എട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുന്നേ വന്നു പോയേക്കുന്ന ഒരു കാർഡാണ്. അത് വീണ്ടും ഈ വീക്കിൽ റിപ്പീറ്റ് ആയി വന്നേക്കുവാണ്. മുന്നേ വന്ന എട്ടോടെ ആ ഒരു സെയിം പാക്ക് തന്നെയല്ല കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ആ ഒരു പ്ലേയേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ കൻറ്റോനെയും അതുപോലെ തന്നെ നമ്മുടെ ക്രൈഫിൻ്റെ ഒക്കെ കൂടെയാണ് എട്ടുവിനെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ എന്ത് തന്നെയാലും വേർത്ത് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. കാരണം മുന്നേ വന്ന എട്ടോടെ പാക്ക് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ വേർത്ത് ആയിട്ട് തോന്നിയത് എട്ടോടെ കാർഡ് മാത്രമായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഏത് എപ്പിക് അടിച്ചാലും നമുക്ക് വേർത്ത് ആയിട്ടുള്ള കാർഡ് തന്നെ കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ ക്രൈഫിൻ്റെ ഈ ഒരു കാർഡ് ആയിക്കോട്ടെ, നമ്മുടെ സാമുവൽ എട്ടുടെ കാർഡ് ആയിക്കോട്ടെ, എല്ലാ കാർഡും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. സോ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് അറ്റാക്കേഴ്സിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കോയിനും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് കറക്കുന്നതിനെ കൊണ്ട് യാതൊരു വിധ തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം നമ്മുടെ എട്ടുടെ കേസ് അറിയാം, നമ്മുടെ ഗെയിമിൽ തന്നെ ടോപ്പായിട്ട് കിടക്കുന്ന ഒരു CF കാർഡാണ് അല്ലെങ്കിൽ ഗോൾഡ് പോസ്റ്റർ കാർഡാണ് നമ്മുടെ എട്ടോടെ ഡബിൾ ബൂസ്റ്റർ കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രൈഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡീപ് ലൈൻ ഫോർവേഡാണ്. കാൻറ്റോനയുടെ കേസിലും ഡീപ് ലൈൻ ഫോർവേഡ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഡീപ് ലൈൻ ഫോർവേഡ് വെച്ചിട്ട് നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അല്ലെങ്കിൽ 2CF ഫോർമേഷനിലാണ് കറന്റ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, ഒരു CFൽ നിങ്ങൾ ഗോൾ പോച്ചറും അതുപോലെ തന്നെ സെക്കൻഡ് CFൽ അല്ലെങ്കിൽ SSൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഡീപ് ലൈൻ ഫോർവേഡിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നിങ്ങൾ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് 7 days വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു പാക്കിന് വരുന്നുണ്ട്. ഈ ഒരു പാക്കിൽ ഞാൻ കറന്റ് കളിപ്പിക്കുന്നത് നമ്മുടെ എട്ടുടെ കാർഡ് മാത്രമാണ്. സോ എട്ടുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കറന്റ് നമ്മുടെ സബിൽ ഇട്ടേക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ എട്ടു എന്ന് പറയുന്നത്. സാമുവൽ എട്ടുടെ വന്ന പാടെയുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെ നിലവിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയേണ്ട ഒരു കാരണം വലിയ രീതിയിലുള്ള നെർഫിങ്ങോ കാര്യങ്ങളോ വരാത്തൊരു കാർഡ് തന്നെയാണ് ഈ ഒരു എട്ടുടെ ഡബിൾ ബൂസ്റ്റർ കാർഡ് എന്ന് പറയുന്നത്. ആളൊരു ഗോൾ പോച്ചറാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ബോൾ കൺട്രോളും അറ്റാക്കിംഗ് അവയർനെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഗ്ലിച്ച് കാർഡ് തന്നെ വേണം നിങ്ങൾക്ക് പറയാം. 94ഓളം നമുക്ക് ഫിനിഷിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേസ് നോക്കുവാണെങ്കിൽ സ്പീഡ് 99, അതുപോലെ തന്നെ ആക്സിലറേഷൻ 101, കിക്കിംഗ് പവർ നോക്കുവാണെങ്കിൽ 92 വരുന്നുണ്ട്, ബാലൻസ് 80 വരുന്നുണ്ട്. സോ ഈ ഒരു കാർഡ് ആരൊക്കെ സൈൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ CFൽ അല്ലെങ്കിൽ അറ്റാക്കിങ്ങിൽ നല്ലൊരു ഗ്ലിച്ച് ആയിട്ടുള്ള ഒരു ഗോൾ പോച്ചർ കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ റൂമിനെ പോലെയോ അതുപോലെ തന്നെ ഷെവിനെ പോലെയോ ഒരു കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൈൻ ചെയ്യേണ്ടുന്ന ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ എട്ടോടെ കാർഡ്. എല്ലായ്പ്പോഴും കൊണാമി ഇതുപോലെ റിപ്പീറ്റ് ആയിട്ട് തരണമെന്നില്ല. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗ്ലിച്ച് ആയിട്ടുള്ള കാർഡുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എട്ടോടെ ഈ ഒരു കാർഡ് നമ്മുടെ ഷെവായിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ റൂമിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് എന്ത് കഴിഞ്ഞാലും നമ്മുടെ റൂമിയുടെ ഡബിൾ ബൂസ്റ്റർ കാർഡിനേക്കാളും കുറച്ചും കൂടി നല്ല പെർഫോമൻസ് കിട്ടിയേക്കുന്നത് ഈ ഒരു കാർഡിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഷെവിൻ്റെ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ ആ ഒരു കാർഡിൽ ഓക്കെയാണ്, നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്കിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ എട്ടുടെ പിറകെ പോകേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നത് നമ്മുടെ എട്ടുവിനേക്കാളും അതുപോലെ തന്നെ നമ്മുടെ റൂമിയേക്കാളും കൂടുതൽ ഗെയിമിൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഷെവിൻ്റെ കാർഡ് തന്നെയാണ്. കാരണം കുറച്ചുകൂടി ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഷെവിൻ്റെ കാർഡിന്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടി ഡ്രിബിളിങ്ങിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ബോൾ കൺട്രോളിനെ ആശ്രയിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെവിൻ്റെ കാർഡൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ റൊമാരിയുടെ ഈ ഒരു കാർഡൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി സൂട്ട് അയക്കുന്നത്. ഈ ഒരു എട്ടുടെ കേസിൽ പേസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിലും ആളുടെ ബോൾ കൺട്രോൾ ഞാൻ അത്ര ഓക്കെ അല്ല. കാരണം അത്യാവശ്യം ഫിസിക്കൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഇല്ല. ഓപ്പണന്റ് ഡിഫൻസിന്റെ മുന്നിൽ നമുക്ക് എട്ടുടെ ഈ ഒരു കാർഡിനെ കൊണ്ട് അത്ര ഈസി അല്ല ഡ്രിബിൾ ചെയ്തിട്ട് മുന്നോട്ട് കയറാൻ. ആളുടെ സ്റ്റാറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ കുറച്ചുകൂടി ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഗെയിം പ്ലേയിൽ ഇനീഷ്യലി ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഒട്ടും വർക്കായിട്ടില്ല. പിന്നീട് ഞാൻ ഈ ഒരു രീതിയിൽ നമ്മുടെ പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കുറച്ചുകൂടി നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡ് തന്നേക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു പാക്ക് എടുക്കുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറന്റ് ഈ ഒരു എട്ടുടെ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എട്ടുവിന് എന്തൊക്കെ അഡീഷണൽ സ്കില്ല് ഞാൻ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ത്രൂ പാസിംഗ് കൊടുത്തിട്ടുണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, വൺ ടച്ച് പാസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സൂപ്പർ സബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കില്ലും മെയിനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇല്ല പ്ലെയറെയാണ് ഞാൻ ഫസ്റ്റ് ലെവലിൽ ഇടുന്നത്. അതായത് നമ്മുടെ റൊമാരിയുടെ ഈ ഒരു കാർഡ് പോലുള്ള കാർഡൊക്കെയാണ്, ഈ ഒരു സ്റ്റാറ്റ് വരുന്ന കാർഡൊക്കെയാണ് ഞാൻ മെയിനായിട്ടും ഫസ്റ്റ് ലെവലിൽ ഇറക്കുന്നത്. റൊമാരിയുടെ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ബാലൻസ് 97ഓളം വരുന്നുണ്ട്. CFന് ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന ഒരു സ്റ്റാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബാലൻസ് തന്നെയാണ്. ആ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രിബിൾ ചെയ്ത് ആ ഒരു പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ ഓപ്പോണന്റ് ഡിഫൻസിനെ കട്ട് ചെയ്തിട്ടൊക്കെ ഗോൾ സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു ഗെയിം പ്ലേ ആയിട്ട് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നിങ്ങൾ കൂടുതലായിട്ടും ആളുടെ പേസിനെ ആശ്രയിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിൽറ്റ് ഇൻ പ്രൊഫഷനിൽ തന്നെ നിങ്ങൾക്ക് കളിപ്പിക്കാവുന്നതാണെന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എട്ടുവിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.